ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യാദൃച്ഛികമായിട്ട് ഞാൻ കയറിയ ഒരു ബോട്ട് യാത്ര പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. റിച്ചാർഡ് എൻഡവർ എന്നുള്ള ഈ ബോട്ടിലാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ഇതാണ് ബോട്ടിൻ്റെ അകവശം. ഒരു 12 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ല ബോട്ടാണിത്. ഇതിനകം വിശാലമാണ്. ഇതിനകത്ത് കിച്ചണും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. സ്കിപ്ടൺ കനാലിലൂടെയുള്ള ഈ ബോട്ട് യാത്രയ്ക്ക് ഏകദേശം 200 പൗണ്ടാണ് ഇവർ ഈടാക്കുന്നത്. മിനിമം 12 ആളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 12 പേരും പിന്നെ അവരുടെ ക്രൂ മെമ്പേഴ്സും എല്ലാം കൂടെയാണ് ഈ യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടാവുക. സ്പിരിറ്റ് ഓഫ് എൻഡവർ എന്ന ചാരിറ്റി സംഘടനയുടേതാണ് ഈ ബോട്ട്. 200 പൗണ്ട് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ മൊത്തം റെൻ്റാണ്. സ്കിപ്ടൺ കനാലിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്കും അവിടെ നിന്ന് തിരിച്ച് സ്കിപ്ടൺ ടൗണിലേക്കുമാണ് ഈ ഒരു ബോട്ട് യാത്രയുള്ളത്. ഇവരുടെ വെബ്സൈറ്റിൽ കൂടെയോ ഇവരെ ഡയറക്റ്റ് ഫോം വിളിച്ചോ ഇവർക്ക് ഇമെയിൽ അയച്ചോ നമുക്ക് ഈ ബോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആലപ്പുഴയിൽ തലങ്ങും വിലങ്ങും കായലിൽ കൂടെ ഹൗസ് ബോട്ടിൽ കൂടെ യാത്ര ചെയ്യുന്ന അത്ര സുഖം ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം ഒരു ദിവസം ഇവിടെ യാത്ര ചെയ്തുകൊണ്ട് മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഈ യാത്രയിൽ ഇവർ നമുക്ക് കാപ്പിയും ടീയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുമെങ്കിലും നമുക്ക് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുവരുന്ന ഭക്ഷണം ഇവിടെ ചൂടാക്കി കഴിക്കുവാനും വെളിയിൽ നിന്നുള്ള ഭക്ഷണം ഇവിടെ ഇരുന്ന് കഴിക്കുവാനും നമുക്കുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. ഈ കാണുന്നതെല്ലാം ബോട്ട് പണിയുന്ന സ്ഥലവും പിന്നെ അതിനോട് ചേർന്ന് ഓരോ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടുമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥ സമയത്താണ് അങ്ങോട്ടേക്ക് യാത്ര പോയത്. ആ കനാലിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല കാഴ്ചകളും കുന്നും ചെരുവുകളും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. വലിയ ആഴമില്ലാത്ത യു ഷേപ്പ് മാതൃകയിലാണ് ഈ കനാൽ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്പിരിറ്റ് ഓഫ് എൻഡവർ എന്ന ചാരിറ്റി സംഘടനയുടെ ഫൗണ്ടറും ഇതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ചതുമായിട്ടുള്ള റിച്ചാർഡ് ക്ലാർക്ക് എന്ന ആളുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു ബോട്ടിന് റിച്ചാർഡ് എൻഡവർ എന്ന് പേരിട്ടിരിക്കുന്നത്. വളരെ നല്ല ക്രൂ മെമ്പേഴ്സാണ് ഈ ബോട്ടിലുള്ളത്. നമ്മളുടെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം തരാനും നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനൊക്കെ ഇവർക്ക് വളരെ ഉത്സാഹമാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും ഒരു മടി കൂടാതെ ഇവർ നമുക്ക് അതിനുള്ള മറുപടി പറഞ്ഞു തരികയും നമ്മളോട് വളരെ സ്നേഹത്തോടെയാണ് ഇവർ പെരുമാറുകയും ചെയ്യുന്നത്. ഒരേ സമയം 2 ബോട്ടുകൾക്ക് പോകാൻ പറ്റുന്ന വീതി മാത്രമേ ഈ കനാലിനുള്ളൂ. ഈ ബോട്ട് നമുക്ക് ഒരു ദിവസം ഫുൾ ആയിട്ട് എടുക്കുന്നത് ഒരു വർത്തായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമ്മൾ സ്കിപ്ടൺ കനാലിൻ്റെ അപ്പുറവും ഇപ്പുറവും നമ്മൾ കവർ ചെയ്യും. പിന്നീടുള്ള സമയത്ത് നമ്മൾ ഈ കനാലിൽ കൂടെ തന്നെ ഒരു 6-7 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയിൽ ഈ ഒരു ബോട്ട് നമ്മൾ റെൻ്റെടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാക്സിമം ഒരു ഹാഫ് ഡേ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറത്തേക്കൊക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ടോട്ടൽ 5 പേര് ക്രൂ മെമ്പേഴ്സായിട്ടുള്ള ഈ ഒരു ബോട്ടിൽ 2 പേര് മുൻപിലും 3 പേര് പുറകിലുമായിട്ടാണ് നിൽക്കുക. ഈ മുന്നിൽ നിൽക്കുന്ന 2 പേരാണ് ബോട്ടിൻ്റെ ഫ്രണ്ടിലൂടെ വരുന്ന തടസ്സങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഫ്രണ്ടിൽ കൂടെ ബോട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവരെ അറിയിക്കുകയും അതിനു വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത്. ഈ കനാലിൻ്റെ നടുക്കൂടെ റോഡ് പോകുന്നത് കൊണ്ട് ഇടയ്ക്കെല്ലാം ഇവിടെ ബോട്ട് നിർത്തേണ്ടതായിട്ട് വരും. ബോട്ട് നിർത്തുക എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഭാരപ്പെട്ട ജോലി തന്നെയാണ്.
നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ഈ ബോട്ട് ഓടിക്കുന്ന ആൾ അണ്ണനൊരു പുലി തന്നെയാണ്. കാരണം ഈ ഒരു ചെറിയ കനാലിനകത്ത് ഈ ബോട്ട് ഫുള്ളി വളച്ചെടുത്തുകൊണ്ട് തിരിച്ചു പോവുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ സ്ഥാനത്ത് ആശാൻ വളരെ നിസ്സാരമായിട്ട് ഈ ഒരു ബോട്ട് തിരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ ഫ്രണ്ട് നിൽക്കുന്ന ആളാണ് ഇത് മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്നത്. കോബിഡേൽ എന്ന് പറയുന്ന ബോട്ടാണ് ഇപ്പോൾ ഈ വരുന്നത്. ഇത് ഞങ്ങളുടെ ബോട്ടിനെക്കാട്ടിലും അത്യാവശ്യം വലിയ ബോട്ടാണ്. ഈ ബോട്ടിലൊരു പ്രത്യേകത, ഈ ബോട്ടിനകത്ത് തന്നെ ഡൈനിങ്ങും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഡ്രിങ്ക്സിനും എല്ലാം ഉള്ള ഫെസിലിറ്റി ഈ ബോട്ടിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇപ്പം സ്കെപ്ടൺ ടൗണ് എത്താറായി. ഇവിടെ നിന്നും ഇനി ബോട്ടൊന്ന് കറക്കിയെടുത്ത് ഞങ്ങൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ ബോട്ട് നിർത്തി തിരിച്ചു പോകേണ്ട സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സ്കിപ്ടൺ കനാൽ വഴി ലീഡ്സിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഏകദേശം 27 മൈലാണ് ഇവിടെ ഞങ്ങൾക്ക് അങ്ങോട്ടേക്കുള്ളത്. ഈ സ്കിപ്ടൺ ടൗണിൻ്റെ ഇരുകരകളിലും ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കഫേ ഷോപ്പുകളും ഒക്കെ ഉണ്ട്. ഇവിടെ ബോട്ടിങ്ങിന് വരുന്നവർക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യം ഇവർ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ അതുമല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടൊക്കെ ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്പോട്ടാണ് സ്കിപ്ടൺ കനാൽ ബോട്ട് റൂട്ട്. അപ്പോൾ യാത്രകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകൾ. ബൈ ബൈ ഫ്രം ടൈം ട്രാവലർ.